ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞാറ്റാസ് ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറയൂർ പഞ്ചായത്ത് കാന്തല്ലൂർ മറയൂർ റോഡിൽ സഹായഗിരി ഹോസ്പിറ്റലിന് എതിർവശത്തായിട്ട് നമ്മുടെ സ്വന്തം കമ്പനിയായ ബ്രൈറ്റ് ലാൻഡ് പവർ ലോണ്ടറി ആൻഡ് സ്പൈസസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വരണേ. ഇന്നാണ് കേട്ടോ നമ്മുടെ ബ്രൈറ്റ് ലൈനിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എല്ലാവരും വരുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട കാന്തല്ലൂർ പഞ്ചായത്തും മറയൂർ പഞ്ചായത്തും പ്രസിഡന്റുമാരെ, ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ പീറ്റർ പാലക്കല്ല, ഞങ്ങളുടെ പാർട്ട്നേഴ്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ബ്രൈറ്റ് ലൈൻ പവർ ലോണ്ടറിയിലെ സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടന കർമ്മത്തിനായി മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ അൽജോലിയെ ക്ഷണിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഈ ബ്രൈറ്റ് ലൈൻ പവർ ലോണ്ടറിയുടെ എന്ന സ്ഥാപനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രസിഡന്റ് ദീപ നിർവഹിച്ചു. തുടർന്ന് ആശീർവാദകർമ്മത്തിന് ശേഷം കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോഹൻദാസ് അവർ ഇതിൻ്റെ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഇത് തുടങ്ങുകയാണ്. ഈ ഒരു സംരംഭത്തെ എവരെയും നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആരംഭിച്ചുകൊണ്ട് അതിൻ്റെ ശുശ്രൂഷ ഉണ്ടായിരിക്കാം. പത്തിമോറെ തീർത്ഥം ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾക്ക് പാവമോചനവും രോഗങ്ങളിലും സത്യത്തിൻ്റെ ഘടകളിലും ഞാൻ സംരക്ഷണം ലഭിക്കുമാറാകട്ടെ. സർവേശ്വര ജീവിതാദ്യമായ തീർത്ഥകാര് അവരുടെ പാഠപരാക്ഷത്താൽ ഞങ്ങളിലേക്ക് അക്ഷാകരമായി അനുസൃതം ലഭിക്കുവാനുള്ളതാകണമേ. ഞങ്ങൾ നിർമ്മലഹൃദയരായ അങ്ങനെ പറ്റു അണയുവാനും ആധ്യാത്മികവും ശാരീരികമായ മുഖത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുവാനും അനുഗ്രഹിക്കണമേ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ലഭിക്കുകയാണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ദാനമായ ഉപ്പ് കാറ്റ് പുറമാസ്വദിക്കണമേ. ജലത്തിന് മാലിന്യം നീക്കുന്ന ഉപ്പ് വരുത്തുവാൻ അനുസരിച്ച് കത്തിച്ചുകൊണ്ട് സന്നാഹത്തിലേമേ. ബഹുമാനപ്പെട്ട മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ, കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻദാസ് അവരുടെ, ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെന്റ് മെമ്പറുകളായ ശ്രീ അലക്സ്, പ്രവീൺ, പ്രദീപ്, ശ്രീ ബാബു, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നിവിടെ ഒരു സ്ഥാപനം നാം ഇന്ന് തുറക്കുകയാണ്. ഔദ്യോഗികമായി മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അതിൻ്റെ ആശീർവാദ കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. ഒരു സ്ഥാപനം ഒരു നാടിൽ, ഒരു ഗ്രാമത്തിൽ ഉയർന്നു വരുമ്പോൾ അത് ആ ഗ്രാമത്തിൻ്റെ വികസനമാണ്. അതോടൊപ്പം തന്നെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കുവാനുള്ള അവസരം കൂടിയാണ് അവർക്ക് ലഭിക്കുക. ഇപ്പോൾ ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ തീർച്ചയായും 4 പേരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിൽ പ്രവർത്തിക്കുന്നത്. അവരേവരെയും സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പുതിയ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കാന്തല്ലൂർ മറയൂർ 2 പഞ്ചായത്തുകളുടെ റിസോർട്ട് മേഖലയിൽ ഇതൊരു വലിയ സംരംഭമാണ്. കുറേ കൂടി ശുദ്ധിയുള്ള റിസോർട്ടുകൾ, മുറികൾ എല്ലാം സജ്ജമാക്കുന്നതിന് ഒരു സ്ഥാപനം വളരെയേറെ അത്യാവശ്യമാണ് ഈ ഹൈറേഞ്ചിൽ, പ്രത്യേകിച്ച് അഞ്ചനാളിൽ. അപ്പോൾ ഇവരുടെ ഈ ആരംഭിക്കുന്ന ഈ ഒരു സംരംഭം വിജയപ്രദമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും സാന്നിധ്യം
അവർക്ക് വലിയൊരു പ്രചോദനവും അതേപോലെ ആവേശവുമാണ് ദാനം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ നാടിനും നാട്ടുകാർക്കും വലിയൊരു ഐശ്വര്യമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഈ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അംഗങ്ങളായ ശ്രീ അലക്സ്, പ്രവീൺ, ശ്രീ ബാബു എന്നിവർക്ക് എല്ലാവിധ വിധി ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നു. പ്രിയ സഹോദരി, സ്ഥാപനത്തെയും ഇതിൽ പ്രവർത്തിക്കുന്നവരെയും കേട്ടോ ഈ നാടിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും മറിയമേ സ്വസ്തി, അറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആത്മാവോടും കൂടെ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹവും സമാധാനവും സംരക്ഷണം ഇന്നെല്ലാ വിനോദസഞ്ചാരികളും ഒരേക്കുള്ള ഈ സാഹചര്യത്തിൽ കൂടുതൽ മുടക്കുന്ന പോലെയാണ് റിസോർട്ടുകളും ഹോം സ്റ്റേകളും റിസോർട്ടുകളും നമ്മൾ മറ്റോട്ടും പലതുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു പോരായ്മയായിരുന്നു ഈ നിങ്ങളൊരു ലോൺ ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ കാന്തൂർ പഞ്ചായത്ത് പ്രശ്നം ആദ്യം മുതൽ തന്നെ എനിക്കൊരു ആഗ്രഹമാണ് ഒരു ലോൺ ചെയ്തിട്ട് പഞ്ചായത്ത് നടത്തിയോ എന്തെങ്കിലും എത്തിച്ചെടുക്കുകയോ തോന്നുന്നത്. കാര്യം ആണച്ചാണെന്ന് വന്നിട്ടാണ് ഇന്നിവിടെ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോയി ഈ സ്ഥാപനം നല്ല രീതിയിൽ നല്ല ആയുസ്സും ശക്തിയും ഭഗവാൻ നൽകട്ടെ. ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നേറിട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടെത്തുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വ്യാപാരി സമയത്ത് ഈ ചിത്രീകരണം നിർവഹിച്ചതായി അറിയിച്ചുള്ളത്. പ്രസിഡന്റ് കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് 2 വാക്ക് ആശംസ. മറിയ അലക്സ, പ്രവീൺ, ബാബു ഉൾപ്പെടെ എല്ലാവർക്കും என்னுடைய முதல் வணக்கம். எனக்கு முன்னாடி காந்தலூர் பஞ்சாயத்து பிரசிடண்டும் நம்மளுடைய அச்சனும் சொன்னது போல் நம்ம மறையூர் காந்தலூர் மேഖലയിൽ ஏற்கனவே கூடுதல் டூரிஸ்ட் மேഖല ஆனதுனால நிறைய ரிசோர்ட்டுகள் மற்றது உட்பட நிறைய வரும்போது அதில் நிறையா தொழிலாளிகள் இருந்தாலுமே, அதாவது இப்போ அழகு தொழிலாளிகள் நிறையா பேர் இருந்தாலுமே இதுபோல் ஒரு யூனிட்டுகளை வர்றதுக்காக நிறைய பேர் நம்ம வந்து எதிர்பார்த்துட்டு இருந்தோம். இப்போ இந்த யூனிட் வந்து மறையூர் கிராம பஞ்சாயத்தில் ஸ்தாபிச்சப்போ ரொம்ப பெருமையாக இருக்குது. ஏன்னா இந்த ஒரு மாத காலவரிலே பார்த்தீங்கன்னா மறையூர் கிராம பஞ்சாயத்தில் 4 ரிசோர்ட்டாக உட்காந்து பண்ணியிருக்கிறாங்க. அப்போ அந்த ரிசோர்ட்டில் அவங்க உட்காந்து பண்ணாலுமே வாய்ப்புள்ள வேலைகள் அங்கே இருந்தாலுமே இப்படி அந்த வேற எங்கேயும் வேலையில் இருந்தாலும் நிறைய பேர் ஒரு ரிசோர்ட்லேயும் 2 பேர் 3 பேர் வந்து இந்த அறக்கத்துக்காக வேண்டிய ஆளுகள் வச்சாலுமே இப்படி ஒரு யூனிட் இப்போ எல்லா மேഖലയിலையுமே பார்த்தீங்கன்னா மேഖല எல்லாம் மாறி மாறி வந்துட்டு இருக்க சாகச்சரியத்தில் இப்போ இப்படி ஒரு யூனிட் வரும்போது எல்லாருக்கும் ரொம்ப பிரயோஜனமாக இருக்கும். இனியும் மென்மேலும் இதுபோல யூனிட்டுகள் வந்தவர இந்த ஸ்தாபன மேதாவிகளுக்கும் இங்கே இருக்கக்கூடிய எல்லாருக்கும் இறைவன் அறிவுரைக்கு மாற்றம் கேட்டுக்கொண்டு வரக்கூடிய எல்லாருக்கும் இதை சார்பாகவும் மறைவு கிராம பஞ்சாயத்து சார்பாகவும் எல்லா வித வாழ்த்துக்களையும் கூறிக்கொண்டு இந்த யூனிட்டுக்கு எல்லா மறைவு கிராம பஞ்சாயத்துடைய வாழ்த்து வந்து எல்லா சப்போர்ட் செய்ய மாற்றம் கேட்டுக்கொள்கிறேன். நன்றி. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ ചായയും പിന്നെ കേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രദർമാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. റിൻസി ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെറീന ആൻറ്റി, ജോയിങ്ങൾ, ആഞ്ചലോങ്ങളും ഉണ്ടായിരുന്നു. റിൻസി ആൻറ്റി പപ്പയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഫ്രാൻസിസ് ബ്രദറാണ് കേട്ടോ അത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു.
ആദ്യം കാണുന്നത് അലക്കുന്ന മെഷീനും ഞാൻ കൈ വെച്ചുകൊണ്ടിരിക്കുന്നത് ഉണക്കുന്ന മെഷീൻ. മറ്റേത് കരണ്ട് വെച്ച് തേക്കുന്ന ഒരു മെഷീനാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കൈകൊണ്ട് തേക്കുന്ന തേപ്പോട്ടി പോലത്തെയൊക്കെ സംഭവമുണ്ട്. ഇത്രയും മെഷീനാണ് നമ്മുടെ സ്ഥലത്തുള്ളത്. ഞാൻ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടോ. ഇത് തേക്കുന്ന സംഭവമാണ് കേട്ടോ. ഇതിൽ നമ്മൾ തേപ്പോട്ടി പോലത്തെ ഒരു തേപ്പോട്ടിയാണുള്ളത്. അപ്പം ഷർട്ടൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് തേച്ച് എടുക്കാൻ പറ്റും. പപ്പയാണ് കേട്ടോ ആദ്യമായിട്ട് തേച്ചത്. ഞാൻ ബലൂണൊക്കെ വെച്ച് അവിടെ കളിക്കുന്നുണ്ട്. നമ്മൾ ആ ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ഒത്തിരി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അലക്കി തേച്ച് സെറ്റാക്കി ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണേ.